പ്രായപരിധിയെ തുടർന്ന് പാർട്ടി പദവികളിൽ നിന്നൊഴിഞ്ഞ മുതിർന്ന നേതാക്കളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗത്തെക്കുറിച്ച് പാർട്ടി ആലോചിക്കുന്നു എന്ന് കേൾക്കുന്നു. അത് നന്നായിരിക്കും. കാരണം ഒഴിവായ നേതാക്കൾ അനാഥരായി പോകരുത്. മാത്രമല്ല, ചിലരെയെങ്കിലും മറ്റു പാർട്ടിക്കാർ സെമിനാറുകൾക്ക് വിളിച്ചുകൊണ്ട് പോയി തുടങ്ങിയിട്ടുണ്ട്. നേതൃത്വത്തിൽ നിന്ന് മാറിയതിനോട് പൊരുത്തപ്പെട്ടിട്ടുണ്ടെങ്കിലും പാർട്ടിക്കുള്ളിലെ പൊളിറ്റിക്കൽ ക്രിമിനലുകളോട് സദാ പടവെട്ടിക്കൊണ്ടിരിക്കുകയാണ് ജി സുധാകരൻ സഖാവ്. തന്നെ പിണറായി വിരുദ്ധനാക്കാൻ നോക്കി സദാ വേദനിപ്പിക്കുന്നു എന്നാണ് ജി സുധാകരന്റെ പരാതി. വീണ്ടും വീണ്ടും പറഞ്ഞ് വേദനിപ്പിക്കാം. എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്ന കുട്ടി? വീണ്ടും വീണ്ടും പറഞ്ഞ് വേദനിപ്പിക്കാം. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ 62 വർഷമായിട്ട് മെമ്പറാണ് ഞാൻ. 20 വർഷം MLA യും 10 വർഷം മിനിസ്റ്ററുമായിരുന്നു. 12 വർഷം കേരളയിലും 3 വർഷം ആഗ്രഹത്തിലും 15 വർഷം സിൻഡിക്കേറ്റിലുണ്ടായിരുന്നു. ഞാൻ ടെസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞല്ലോ. പിന്നെ ആദ്യം എന്നെ BJPക്കാരനാക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ കോൺഗ്രസ്. ഇതൊക്കെ അറിവില്ലാത്തവരും അതുപോലെ തന്നെ ക്രിമിനൽ സ്വഭാവമുള്ളവരുമായ പൊളിറ്റീഷ്യൻസ് ചെയ്യുന്നതാണ്. ഞാൻ പിണറായിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടുമില്ല, പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. 30 വർഷമധികം പാർട്ടി സെക്രട്ടറിയും ഇലക്ട്രിസിറ്റി മന്ത്രിയും മുഖ്യമന്ത്രിയായിരുന്നല്ലോ. ആ 30 വർഷം കഴിഞ്ഞവണ മുഖ്യമന്ത്രി. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹം എന്നെ മുൻനിർത്തിയാണല്ലോ പല കാര്യങ്ങളും ഗവൺമെന്റിന് വേണ്ടി ചെയ്യിച്ചത്. അപ്പം ഞാൻ പിണറായി വിരുദ്ധനാവേണ്ട കാര്യം എനിക്കെന്താ? ആലപ്പുഴയും തിരുവനന്തപുരവും തമ്മിലുള്ള ദൂരം, അല്ലെങ്കിൽ ആലപ്പുഴ മുതൽ കണ്ണൂർ വരെയുള്ള ദൂരം മാത്രമേയുള്ളൂ ജി സുധാകരനും പിണറായിയും തമ്മിലുള്ള അകലം. എന്നിട്ടും ആരാവും അദ്ദേഹത്തെ ഇപ്പോൾ പിണറായി വിരുദ്ധനാക്കുന്നത്? ആരോ ശ്രമിക്കുകയാണെന്ന്. ആ ശ്രമിക്കുന്നവർക്ക് 4 കുത്തം കിട്ടുന്നത് കിട്ടിക്കോട്ടെ. ഞാൻ അതിനൊന്നും എതിരല്ല. പക്ഷേ ഞാൻ പിണറായി വിജയൻ എതിരല്ല, എതിരാവത്തുമില്ല, ഒന്നുമില്ല. VS അച്യുതാനന്ദൻ ഒരു ഘട്ടത്തിൽ ഞങ്ങളുടെ എല്ലാം അന്നും ഇന്നും എല്ലാമായി VS അച്യുതാനന്ദൻ ഒരു ഘട്ടത്തിൽ ഒരു നയവ്യതിയാനത്തിലേക്ക് പിണറായിയെ ഉപദ്രവിക്കുന്ന ഒരു രീതിയിലേക്ക് പാർട്ടി സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ ചില അന്വേഷണങ്ങൾ തെറ്റാണെന്ന് ഞങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഞങ്ങളോടൊപ്പം നിന്ന് പറഞ്ഞില്ല. അപ്പോഴാണ് ഞങ്ങൾ പിണറായി വിജയനെ പൂർണ്ണമായി പ്രൊട്ടക്ട് ചെയ്ത് VSൻ്റെ ഡീവിയേഷനെതിരെ നിലപാടെടുത്ത അന്ന് മാത്രമാണ്. അത് ഞാൻ VS വിരുദ്ധനാണെന്ന് പറഞ്ഞു കുറച്ച് കാലം. ഞാൻ VS വിരുദ്ധനല്ല, ഞാൻ പാർട്ടി വിരുദ്ധനാണ്. ഒരിക്കലും സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഒരു നയത്തിൻ്റെ വിരുദ്ധമായി ഇന്ന് വരെ ഞാൻ നിന്നിട്ടില്ല. മുതിർന്ന സഖാക്കളുടെ ഘടകം ആദ്യം പ്രവർത്തിച്ച ബ്രാഞ്ചായി മാറും. എങ്കിലും പാർട്ടി അംഗം തന്നെ ആ നിലയ്ക്ക് പരസ്യ അഭിപ്രായ പ്രകടനങ്ങൾ പാർട്ടിയിൽ അനുവദനീയമാണോ സഖാവെ? കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട് കാർലോ മാർക്സ്. അത് വായിച്ചു നോക്കണം. ആദ്യം ഒരു ചെറിയ കോപ്പി, ആകെ 2 രൂപ വിലയാണ്, 5 രൂപ വിലയാണ്. അത് പറഞ്ഞിട്ടുണ്ട്. സ്വാഭിപ്രായങ്ങൾ പരസ്യമായി പറയുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അല്ല ഉണ്ണികൃഷ്ണ, മാർക്സ് എങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? താടിക്ക് തീ പിടിക്കുമ്പോ ബീഡി കത്തിക്കല്ലേ. സൈബർ ഇടങ്ങളിലൊക്കെ പാർട്ടി പോരാളികൾ സഖാവിനെ വിമർശിക്കുന്നതായി കാണുന്നു. ഈ സൈബർ ആക്രമണങ്ങൾ സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? സൈബർ അപ്പൂപ്പൻ്റെ ഗ്രൂപ്പ് പോയി പറയാൻ പറ്റും. നമ്മുടെയൊക്കെ അപ്പൂപ്പൻ്റെ അമ്മയ്യപ്പൻ്റെ ഗ്രൂപ്പ് സൈബർ, അങ്ങനെ ഗ്രൂപ്പ് പാർട്ടിക്കില്ല. പാർട്ടിക്ക് പാർട്ടി മെമ്പേഴ്സാണ് പാർട്ടിയുടെ സൈന്യം. പൊളിറ്റിക്കൽ ഫാദർലെസ്നെസ് എന്ന് അതിന് പറയുന്നത്. പൊളിറ്റിക്കൽ ഫാദർലെസ്നെസ് കള്ളപ്പേരായി ഇത് മുഴുവൻ. ഇതൊക്കെ ഈ അമ്പലപ്പുഴയും ചുറ്റുപാടുള്ള ഒരു 10-15 പേര് ചെയ്തതെന്നൊക്കെ എനിക്കറിയാം. ഇതോടെ വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.